ഹലോ ഡിയർ ഫ്രണ്ട്സ്, രാജക്കാടൻ രുചികൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതാണേ, പിന്നെ 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി. ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെക്കുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അത് റെസ്റ്റ് ചെയ്ത് വന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി നന്നായിട്ട് വറക്കരുത്, ഞെരിയൊന്ന് വറക്കരുത് കേട്ടോ. എന്നാൽ അത്യാവശ്യം മൊരിയും വേണം എന്ന രീതിയിലാണ് ഇതിൻ്റെ പാകം. അതിന് ശേഷം ഞാൻ ചിക്കനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 1 കിലോ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് കേട്ടോ സബോള ഇട്ട് കൊടുക്കുന്നത്. ഈ സബോള നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വരാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വാടി വരണം. സബോള വാടി വന്നപ്പോൾ ഞാൻ തക്കാളി 1/2 കിലോ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നു കേട്ടോ. തക്കാളിയും സബോളയും നന്നായിട്ട് വാടി പരിവായി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒത്തിരി മസാല ഇറക്കുന്നില്ല കേട്ടോ. അതിന് പകരം ഞാൻ സബോള കൂടുതലെടുക്കും. സബോള വാടി വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. പിന്നെ അല്പം ഒരു 10 അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്താനിട്ടിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ മതി. ഇത് ഈ കറിക്ക് കൊഴുപ്പ് കിട്ടാനാട്ടോ. പിന്നെ അല്പം 2 സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഗ്രേവിയിലൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നിങ്ങളൊക്കെ കറി വെക്കുന്നത് എങ്ങനെയാണോന്നൊന്ന് പറയണം കേട്ടോ. ഞാനിങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. ഇല്ലെങ്കിൽ എനിക്ക് കാറ്ററിംഗ് ഉള്ളപ്പോഴും ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഗ്രേവിയിലൊന്ന് തിളച്ച് വരുമ്പോൾ കുറുകി വരും. അത് നല്ല കട്ടിയുള്ള ഗ്രേവിയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അല്പം കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ തന്നെയാണ് ഇന്ന് വീഡിയോ എടുത്തത്. ഇതാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ